കോഴി വീട്ടിലുണ്ടാവുക, പശു വീട്ടിലുണ്ടാവുക. ഇനിയിപ്പോ നിങ്ങൾ ഓരോരുത്തർ ചോദിക്കുന്നു, സംശയം ചോദിക്കണ ഒരു മട്ടമല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ആന ഉണ്ടായാലോ? അതിവിടെ ഉണ്ടോ ആന? അല്ലെങ്കിൽ ഒരു പട്ടി ഉണ്ടായാലോ? ഒരു കുറച്ചു കാലം മുമ്പൊക്കെ നമുക്കിടയിൽപ്പെട്ട ഒരുപാട് ആളുകളുടെ വീട്ടിൽ പട്ടി ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് ആ ഒരു സമ്പ്രദായം ഇല്ലാതെയായിട്ടിരിക്കണം. രണ്ട് സാധനങ്ങൾ വീട്ടിലുണ്ടായാൽ ആ വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അതിലൊന്ന് പട്ടിയാണ്. പട്ടി പ്രത്യേകിച്ച് ചില സന്ദർഭങ്ങളിൽ ഇസ്ലാം അതിനെ അനുവദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആർക്കും, ഈ പള്ളിപ്പുഴയിലെ ആർക്കും അത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, കാവലിന് വേണ്ടി പട്ടിയെ വളർത്തി. നമുക്കിപ്പോ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ കാവലിന് വേണ്ടിയിട്ട് പട്ടി? തന്നെയല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ CCTV മറ്റോ ഒക്കെ വന്നതോടുകൂടെ പട്ടിയുടെ പ്രസക്തി തന്നെ പോയിരിക്കുക. പിന്നെ പട്ടിയെ വളർത്തുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ അതിനെ വളർത്തുന്നതിന് നമ്മൾ അവരെ ആക്ഷേപിക്കുന്നില്ല. തന്നെയുമല്ല, അതിനെ അവർ വളർത്തുന്നത് വലിയ കൗതുകമായിട്ടും അവരുടെ കൂടെ അവരുടെ ഒരു സഹജീവിയെ പോലെയൊക്കെയാണ് കുറെ ആളുകൾ വളർത്താറുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല. മറ്റൊന്ന് വേട്ടപ്പട്ടിയാണ്. അപ്പൊ ഞാൻ കരുതിയിരുന്നു ഈ വേട്ടപ്പട്ടി എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഇല്ലാന്ന്. പക്ഷെ ഈ അടുത്ത് എന്നോട് ഒരു വേട്ടയാടാൻ പോകുന്ന, ഇനിയിപ്പോ അത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേസൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ പറയല്ല, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു അയാളുടെ അടുക്കൽ ഈ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന പട്ടിയുണ്ട്. ഒന്ന്. രണ്ട്, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് വലിയ ഫാമുണ്ട്. ഈ ഫാമിലേക്ക് കള്ളന്മാരാരെങ്കിലും വരുന്നുണ്ടോ നോക്കാന് CCTV ക്യാമറ വെച്ചാലും പട്ടിക്ക് എന്ത് CCTV ക്യാമറ? അതുകൊണ്ട് തന്നെ ആ ഫാമിലുള്ള മൃഗങ്ങളെ, ആടും പശു ഒക്കെയാണ്. അപ്പൊ അവക്ക് കാവലിന് വേണ്ടിയിട്ടും നല്ല പരിശീലനം സിദ്ധിച്ച പട്ടികൾ അവർ കാവൽക്കാരായി വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അത് നിങ്ങൾ കണ്ടവരുണ്ടോന്ന് എനിക്കറിയില്ല. അതൊക്കെ ഇസ്ലാം അനുവദിച്ചതാണ്. വേട്ടയാടാൻ വേണ്ടിയിട്ട് പട്ടി ഉപയോഗിക്കുക, പക്ഷേ നമ്മൾ ആരും ചെയ്യാറില്ല. അതേപോലെ തന്നെ കാവലിന് വേണ്ടി അതും നമ്മൾ ചെയ്യാറില്ല. അതുപോലെ തന്നെ മൂന്നാമതായി ഞാൻ പറഞ്ഞ മൃഗങ്ങൾ, അവയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള കാവലിന് വേണ്ടിയുള്ളതല്ലാത്ത അലങ്കാരത്തിന് വേണ്ടിയോ വീട്ടിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നത് ഒരു സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ടൊക്കെയോ ഉള്ള വീടുകളിൽ അല്ലാഹുവിന്റെ കരുണയുടെ മലക്കുകൾ കയറുകയില്ല എന്ന് ആദരവായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ഏതാണെന്നറിയോ? സൂറത്തുള്ള വീടുകൾ, രൂപങ്ങളുള്ള വീടുകൾ. രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ചില വീടുകളിലൊക്കെ ചെന്നാൽ കഅബയുടെ ഫോട്ടോ, മദീനയുടെ ഫോട്ടോ, അതിനൊന്നും ഇപ്പൊ നമ്മളൊരു തെറ്റായിട്ടോ കുറ്റായിട്ടോ ജായിസാണ്, ഹലാലായതായിട്ട് പറയാം. അതേ സമയത്ത് ഉദാഹരണമായിട്ട് ഞാനൊരു വീട്ടിലേക്ക് ചെന്നപ്പോ ആ വീടിന്റെ ഷോക്കേസിൽ നിറയെ രൂപങ്ങളുണ്ട്, പ്രതിമകളുണ്ട്. ഒരമ്മ ഒരു കുട്ടിയെ എടുത്തിരിക്കുന്ന ഒരു രൂപം, ഉദാഹരണം. അതുപോലെ തന്നെ ഈജിപ്തിൽ പോയ ആളുകളുണ്ട്. ഈജിപ്തിൽ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഒരാളുമില്ല ഈജിപ്തിൽ പോയ ആളുകൾ, ഒരാളുമില്ല. ഏതായാലും അല്ലാഹു തആല അവിടെയൊക്കെ പോകാൻ നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈജിപ്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ചില സാധനങ്ങൾ, ഒരുപാട് പ്രതിമകൾ കിട്ടും. കാരണം ഈജിപ്തിലെ കൈറോയിലെ മ്യൂസിയത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന 5000-4000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പ്രതിമകൾ അവിടെ ഉണ്ട്. വലിയ മമ്മി. അപ്പൊ ഈ മമ്മിയുടെ പ്രതിമകൾ കിട്ടും. അപ്പൊ നമ്മൾ ഈ സഞ്ചരിക്കുന്ന ആളുകള് ചില നാടുകളിലൊക്കെ പോയാൽ അത് ഞാൻ അവിടുന്ന് വാങ്ങിയ സാധനമാണ്, ഗ്ലോബ് എന്ന് അതിന് ഇംഗ്ലീഷിൽ പറയും. ഓരോ നാടിന്റെയും ഗ്ലോബ് എന്ന് പറയും. തായ്ലൻഡ് പോയാൽ തായ്ലൻഡിന്റെ ഒരു ഗ്ലോബ്. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരാള് താജ്മഹലിന്റെ രൂപമായിട്ട് പോകും. കാസർഗോഡ് സന്ദർശിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബേക്കൽ ഫോർട്ടിന്റെ രൂപമായിട്ട് പോകും. അത് ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, അങ്ങനത്തെ രൂപം കിട്ടുമെന്ന് എനിക്കറിയില്ല. ബേക്കൽ ഫോർട്ടിന്റെ ഒരു രൂപ, ഒരു ചിത്രോ അതല്ലെങ്കിൽ അതിന്റെ ഒരു ഉണ്ടാക്കിയ രൂപമായിട്ട് പോകും. എന്നിട്ട് അവരവരുടെ സ്വീകരണ മുറികളിൽ കൊണ്ടുപോയിട്ടൊക്കെ ഞാൻ ഇന്ന സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്, ഞാൻ താജ്മഹലിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഇയാളുടെ വീട്ടിൽ പോയപ്പോ നിറയെ പ്രതിമകളാണ്. ഈ ചില ആളുകളുടെ വീട്ടിൽ പോയാൽ ഷോക്കേസിൽ ഇരിക്കുന്നത് കാണാം, വലിയ വലിയ ബൊമ്മകൾ. കാറുകളിൽ ബൊമ്മകൾ വെക്കുന്നവരുണ്ട്. നഊദു ബില്ലാഹ്, അത് അല്ലാഹുവിന് ഇഷ്ടമുള്ളതല്ല.
പടച്ചതമ്പുരാൻ ഇഷ്ടമുള്ളതല്ല. കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടി കളിപ്പാട്ടമായിട്ട് ഉപയോഗിക്കൽ ജായിസാണ്. പക്ഷേ അലങ്കാരത്തിന് വേണ്ടിയോ അതല്ലാത്ത രൂപങ്ങളിൽ ആസ്വാദനത്തിന് വേണ്ടിയോ അത്തരം പ്രതിമകളോ ചിത്രങ്ങളോ ഒന്നും നമ്മൾ റൂമുകളിലോ വീടുകളിലോ വെക്കൽ നല്ലതല്ല. പ്രതിമകൾ എന്നാ പറഞ്ഞത്, ഫോട്ടോകൾ എന്നല്ല. ഫോട്ടോ എടുക്കലും അത് സൂക്ഷിക്കലും ഒക്കെ മഹാന്മാരായ ഉലമാ ജായിസാക്കിയ സംഗതിയാണ്, ഹലാലാക്കിയ സംഗതിയാണ്. എന്നാൽ രൂപങ്ങളെ കുറിച്ചാ പറഞ്ഞത്. കട്ടൗട്ട് പോലെ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ഇങ്ങനെ രൂപങ്ങൾ വല്ല പ്ലേറ്റിലൊക്കെ ആയിട്ട് ഇങ്ങനെ തെന്നി നിൽക്കുന്നത് പോലെ, തെറിച്ചു നിൽക്കുന്നത് പോലെ ഉണ്ടാക്കുക. മുസ്ലിം സമൂഹത്തിന്റെ വീടുകൾ അതിന്റെ രൂപങ്ങളല്ല, പ്രത്യേകിച്ച് പഴയ പോലെയല്ല. പുതുതായിട്ടുണ്ടാക്കുന്ന വീടുകൾക്ക് വലിയ മോഡിഫിക്കേഷൻ അനിവാര്യമായിട്ട് വരാറുണ്ട്. അതിങ്ങനെ ഭംഗിയാക്കും, ഇന്റീരിയർ ഡിസൈൻ ചെയ്യും. അപ്പൊ ചിത്രങ്ങളും അതുപോലെ ഇതുപോലുള്ള കലാപരമായിരിക്കുന്ന സംഗതികൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേക അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോ നിങ്ങളോട് ഞാൻ പറയാണ്, അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ നിൽക്കരുത്. ടൈലിന്റെ പുറത്തൊക്കെ ഉണ്ടാവും രൂപങ്ങൾ, അതിനൊന്നും നമ്മൾ നിൽക്കരുത്. ഗൗരവത്തോടെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അങ്ങോട്ടൊന്നും കടക്കുകയില്ലെന്ന് നബിയുനാ വസയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു തമ്പുരാൻ നമുക്ക് നൽകിയ വീടുകൾ നിൽക്കുന്ന ഭൂമി, ആ നാട്, ഇത് കഴിഞ്ഞാൽ ഒരു വീടിന്റെ ഏറ്റവും വലിയ മഹത്വം ആ വീടിന്റെ അയൽവാസികളാണ്. ഓ, ഇത് കേൾക്കാനാണ് കുറെ കാലം ഞങ്ങൾ കാത്തിരിക്കുന്നത്. എന്തേ കാര്യം? അയൽവാസി, ഞങ്ങളുടെ അയൽവാസി എങ്ങനെയാണ് ഞങ്ങളോട് പെരുമാറേണ്ടതെന്ന് കേൾക്കട്ടെ. അല്ല കേട്ടോ, നിങ്ങളുടെ അയൽവാസിയോട് ഇങ്ങനെ പെരുമാറുണ്ടോ ഞങ്ങൾ ചിന്തിക്കണം. നമ്മളുടെയൊക്കെ സ്വഭാവം അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പറയാണ്, ഒരാൾ മരിച്ചു നിങ്ങൾ സങ്കല്പിക്കാൻ പറഞ്ഞാൽ വേഗം അടുത്ത ആളെ സങ്കല്പിക്കും, അവനാനെ സങ്കല്പിക്കൂല. ഇതാണ് നമ്മളുടെയൊക്കെ സ്വഭാവം. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി അവനാനല്ല അടുത്ത ആൾക്ക് എന്നതുപോലെ നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. എന്റെ അയൽവാസി എന്നോട് ഇങ്ങോട്ട് പാലിക്കേണ്ട മര്യാദയെ കുറിച്ചല്ല ഞാൻ പഠിക്കേണ്ടത്. ഞാൻ എന്റെ അയൽവാസി, എന്റെ വീട് നിലനിൽക്കുന്നതിന്റെ ചുറ്റുഭാഗത്തുള്ളവരോട്. ഇസ്ലാമിൽ ആരാണ് അയലത്ത് വസിക്കുന്നവൻ? 40 വീടുകളാ. വലതുഭാഗത്തേക്ക് 40 വീടുകൾ, ഇടതുഭാഗത്തേക്ക് 40 വീടുകൾ, മുന്നിലും പിന്നിലും 40 വീടുകൾ. എത്ര വീടുകളായപ്പോ? 160 വീടുകളായില്ലേ? 160 വീടുകൾ അയൽപക്കത്തുള്ള വീടുകൾ. ഇസ്ലാം എന്താണ് അതിന് കൽപ്പിച്ചത് എന്നറിയോ? നിങ്ങളൊന്ന് നോക്കണം. ഇന്ന് സമൂഹത്തിൽ അയൽവാസികൾക്കിടയിൽ ഭിന്നതകൾ വളർന്നു വരികയാണ്. വലിയ വലിയ മതിൽക്കെട്ടുകൾ ഉയരുകയാണ്. അയൽവാസികൾക്കിടയിലാണ് മതിലുകൾ ഇന്ന് ഉയരുന്നത്. എന്നാൽ ആ മതിൽക്കെട്ടുകളോടുകൂടെ പലപ്പോഴും പലരും സ്വന്തമാവുകയാണ്. എന്റെ വീട്ടിലേക്ക് ആരും വരണ്ട, ഞാൻ അവന്റെ വീട്ടിലേക്കും ചെല്ലുന്നില്ല. ശരിയാണ്, ഉപദ്രവം ഉണ്ടാകുന്നില്ല. പക്ഷേ അതല്ലല്ലോ നമ്മുടെ ബാധ്യത. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാസാല ജിബ്രീൽ യുസീനി ബിൽ ജാർ. എന്റെ അയൽവാസിയെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. അവസാനം ഞാൻ വിചാരിച്ചു, അല്ലാഹുവേ, എന്റെ അനന്തര സ്വത്തിൽ നിന്ന് ഞാൻ എന്റെ അയൽവാസിക്ക് വല്ലതും കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ വിചാരിച്ചു. നബിയുനാ മുഹമ്മദ് മുസ്തഫ, എല്ലാവരും സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? അയൽവാസിയെ ബഹുമാനിക്കണം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നവരാണോ, ഫൽയുക്രിം ജാറഹു, അയൽവാസിയെ ബഹുമാനിക്കട്ടെ. നിന്റെ വീട്ടിലേക്ക് നീ വല്ല മിഠായിയോ നീ വല്ല പഴങ്ങളോ കൊണ്ടുവരികയാണ് എങ്കിൽ ഒരിക്കലും അതിന്റെ തൊലികൾ നീ നിന്റെ വീടിന്റെ പുറത്തിടാൻ പാടില്ല. കാരണം അയൽവാസിയുടെ കുഞ്ഞുങ്ങൾ വന്നാൽ അവർക്ക് അത് വിഷമമാകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി എന്താ പറഞ്ഞത്? നീ നിന്റെ വീട്ടിൽ വല്ല ഭക്ഷണവും വല്ല കറിയും പാകം ചെയ്താൽ നീ അതിൽ കറിയിലുള്ള വെള്ളം കുറച്ച് വർദ്ധിപ്പിക്കണേ.
കുറച്ച് വെള്ളം അതിൽ കൂട്ടണേ, എന്നിട്ട് നീ അയൽവാസിക്ക് കൊടുക്കണേ. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു ആവശ്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് ഞാൻ പറയാണ്, നമ്മൾ ആ ഹദീസിനോട് നീതി പുലർത്തണം. എങ്ങനെ? വീട്ടിൽ പായസം ഉണ്ടാക്കാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ സ്പെഷ്യല്, അതാദ്യം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുത്താൽ മതി, അല്ലെങ്കിൽ അയൽവാസിക്ക് ശിക്ഷയാകും. അത് വേറെ കാര്യം. നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ച് പായസം ടെസ്റ്റ് ചെയ്യാതെ കൊണ്ടുപോയി കൊടുത്താൽ അയ്യോ ഇങ്ങനെ ശിക്ഷിക്കണമെന്ന് ചോദിക്കും അയൽവാസി. പക്ഷെ അതല്ല, നമ്മൾ എന്ത് നല്ലത് ഉണ്ടാക്കുകയാണെങ്കിലും ഒന്ന് അയൽവാസിക്ക്. ഒരു കാര്യമുണ്ട്, നമ്മൾ ഇന്ന് അയൽവാസിയോട് എന്തിനാ തല്ലുകൂടുന്നത്? ഇത് കണ്ടിട്ടല്ലേ നമ്മളുടെ മക്കൾ വളരുന്നത്? അപ്പുറത്തുണ്ട് എന്ന് പറയുന്ന സഹോദരിമാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ മക്കൾ അസൂയ പഠിക്കുന്നത് എവിടെ നിന്നാണ്? നിങ്ങളുടെ മക്കൾ ദേഷ്യം പഠിക്കുന്നത് എവിടെ നിന്നാണ്? നിങ്ങളുടെ മക്കൾ പക പഠിക്കുന്നത് എവിടെ നിന്നാണ്? നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയോട് കാണിക്കുന്ന സമീപനങ്ങളിൽ നിന്നല്ലയോ? ആണോ? മോൻ കണ്ടു വളർന്നത് എന്താണ്? വാപ്പ അയൽവാസിയോട് തെറ്റാണ്, ഉമ്മയും അയൽവാസിയും. ഇതൊന്നും അൽഹംദുലില്ലാ ഇത്തരം പ്രവണതകളൊന്നും ഇല്ലാത്തൊരു നാട്ടിൽ വന്നിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നതെന്നാണ് എന്റെ പ്രതീക്ഷ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാ എനിക്കറിയാവുന്ന എത്രയോ സംഗതികളുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട്, എത്രയോ ആളുകളുടെ. ഒരു മരത്തിന്റെ കൊമ്പ് ഇങ്ങനെ വളർന്ന് അയൽവാസിയുടെ വീട്ടിലേക്ക് വന്നതിന്റെ പേരിൽ പോലീസ് കേസ് ഉണ്ടായി. മനസ്സിലാകുന്നുണ്ടോ? ഒരു മരം വളർന്ന് വളർന്ന് വളർന്നത് കുറച്ചും കൂടെ വലുതായി, അവസാനം അതിർത്തി ഭേദിച്ച് ഇങ്ങോട്ട് വന്നു. അതോടെ അവര് തമ്മിൽ ഭയങ്കര അടി. ആലോചിച്ച് നോക്കി, ഒരു ഇഞ്ച് ഭൂമിക്ക് വേണ്ടിയിട്ട് കലഹം. ഇയാള് മതിൽ കെട്ടാൻ ഒരുങ്ങിയതാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ അതിന്റെ പിന്നെ ഈ പഴയ കാലത്തുള്ള അതിർത്തികളൊന്നും ചിലപ്പോ അത്ര സൂക്ഷ്മാവൂല. അങ്ങനെ ബഹളം. എന്താ കാര്യം? ഒരു ഇഞ്ച്, ഒരംശം, ഒരൽപ്പം. നാളെ അങ്ങ് മരിക്കുമ്പോ എല്ലാം കൂടെ ഈ ഇഞ്ചടക്കം കൊണ്ടുപോവല്ലേ? ഇത് കണ്ട് വളരുന്ന നമ്മുടെ മക്കൾക്ക് എങ്ങനെയാ പകല്ലാതിരിക്കുക? വേറെ ചില ഉപമാരുണ്ട്, ഹസദ് പഠിപ്പിക്കും മക്കളെ. കണ്ടില്ലേ അവന്റെ അയൽവാസിയുടെ മോന് കണ്ടില്ലേ എന്തൊരു മാർക്കാ പരീക്ഷയില്, എന്തൊരു പാട്ടാണ്, എന്തൊരു പ്രസംഗാണ്, അവൻ എത്ര സ്മാർട്ടാണ്. നിനക്കൊന്നുമില്ല, നീ പഠിക്കുന്നില്ല, നീ എഴുതുന്നില്ല. നിങ്ങളുടെ മക്കളെ വിഡ്ഢികളാക്കുന്ന വർത്തമാനമാണ്. പരമ്പരയായിട്ട് നിങ്ങൾ ഒന്നും അവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സ്വഭാവം അവരിൽ നിലനിന്നു. പേടിക്കണ്ട, ഉണ്ടെങ്കിൽ മാറ്റണം. അയൽവാസിയോട് നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു മരത്തിന്റെ കൊമ്പിന്റെ പേരിൽ ഒന്നുകിൽ അത് വെട്ടിക്കളയാം. നമ്മളുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ടാണെങ്കിൽ അത് വെട്ടിക്കളയാം. ഇനി അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ എന്താ ചെയ്യാ? അത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അസ്വബ്റു നിസ്ഫുൽ ഈമാൻ, അതാ മാർഗം. അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോവലല്ല, കലഹം ഉണ്ടാക്കലല്ല, തെറ്റി നിൽക്കലല്ല. ചിന്തിക്കണം നമ്മള്. ഇന്ന് എവിടെ നിൽക്കുന്നു നമ്മുടെയൊക്കെ സമൂഹം? മഹാനായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുക്കൽ താമസിച്ചിരുന്ന ജൂതനായ മനുഷ്യൻ തന്റെ വീട് വിൽക്കാൻ വേണ്ടി ഒരുങ്ങി, തന്റെ ഭൂമി വിൽക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ സാധാരണ ആ നാട്ടിലുള്ള ഭൂമിയുടെ വിലയേക്കാൾ ഇരട്ടി വില പറയാണ്. ആളുകൾ ചോദിച്ചു, ഇതെന്താ ഇത്ര വലിയ വില? അവ പറഞ്ഞു, ആ ഭൂമിക്ക് എങ്ങനെ വില കൂടാതിരിക്കും? അപ്പൊ നമ്മളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഭൂമിക്ക് വില കൂടുക? അടുത്ത് റോഡുണ്ട്. ഇപ്പൊ റോഡുണ്ടെങ്കിൽ കുറച്ച് വില കുറയട്ടെ, കാരണം എപ്പോഴാ റോഡ് വീതി കൂടുകയെന്ന് അറിയില്ല. റോഡുണ്ട്, തോടുണ്ട്, പള്ളിയുണ്ട്, അതുപോലെ മദ്രസ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ. ഈ മനുഷ്യൻ പറയാണ്, ആ ഭൂമിക്ക് വില കൂടാനുള്ള കാരണം എന്താണെന്നറിയോ? അതിന്റെ തൊട്ടടുക്കൽ താമസിക്കുന്നത് ഈ മഹാനായ മനുഷ്യനാണ്. പള്ളിപ്പുഴയിലെ ഈ മജ്‌ലിസിലിരിക്കുന്ന മുഅ്മിനീങ്ങളെ നമുക്ക് പറയാൻ കഴിയോ, എന്നെ കുറിച്ച് എന്റെ അയൽവാസി അങ്ങനെ പറയുമെന്ന്? നമ്മുടെ ശല്യം കാരണം വീട് വിട്ടു പോകുന്ന അയൽവാസികൾ ഉണ്ടാവരുത്.